ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തിൽ തീമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്ക് മേലും ഇരു രാജ്യങ്ങളും തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളാണെങ്കിൽ നമ്മൾക്കുള്ളിലേക്ക് തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുകയാണ് ഇസ്രായേൽ ജയിക്കാൻ പോകുന്നു, അതല്ല ഇറാൻ ജയിക്കാൻ പോകുന്നു. എന്താണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും കാറോട്ട മത്സരത്തിൻ്റെ കമൻ്ററിയാണോ? സത്യത്തിൽ ഏത് യുദ്ധത്തിലാണ് ആരാണ് വിജയിച്ചിട്ടുള്ളത്? ഏതൊരു യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമല്ലേ? തീർച്ചയായിട്ടും ഒരു യുദ്ധം കൊണ്ട് ആരും ഇതുവരെ ഈ ലോകത്ത് ജയിച്ചിട്ടില്ല. മറിച്ച് പരാജയം മാത്രമാണ് ഉണ്ടാവാറുള്ളത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ടായാലും അവിടെ എല്ലാം പരാജയം മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാലഘട്ടമാണ് യുദ്ധ സാഹചര്യമായ സമയങ്ങളെല്ലാം. തീർച്ചയായിട്ടും ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും ഒരുപാട് പതിറ്റാണ്ടുകൾ പിറകോട്ട് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഒരു ലോകമായിരുന്നു നമ്മുടെ ലോകം. നമുക്കറിയാം ഒരുപാട് യുദ്ധങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് മനുഷ്യർക്ക് ഇതെല്ലാം ആയി, സുഖ സൗകര്യങ്ങളെല്ലാം ആയപ്പോഴത്തേക്കും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിലൊക്കെ കയറുക എന്ന് പറയത്തില്ലേ, അതുപോലെ അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെ അടിയട ഇവനെ അടിയട, നമുക്ക് നമ്മളെ കെട്ടി അടച്ചിട്ടുള്ള വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറയാം അവനെ അടിയട ഇവനെ അടിയട, അവൻ ചാവും ഇവൻ ചാവും. എന്തിനാണ് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച് കൊന്നിട്ട് നമുക്കൊക്കെ എന്ത് ആനന്ദമാണ് ഈ ലോകത്ത് കിട്ടാനുള്ളത്? ചിലർക്കൊക്കെ ക്രിക്കറ്റ് കളിയോടുള്ള വിനോദം പോലെയാണ് യുദ്ധത്തോടുള്ള വിനോദം. എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തോടുള്ള വിനോദം എന്ന് പറയുന്നത്? നമ്മുടെ പരിക്കൽ ഇതുവരെയായിട്ട് ഒരു ബോംബ് പോലും ഇതുവരെ വീഴാത്തതുകൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ സുഖകരമായി തന്നെ ജീവിക്കാൻ സാധിക്കണം. ഇന്ന് ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള ആളുകളാണ് ഇന്ന് ഉള്ളത്. പണ്ടത്തെ കാലഘട്ടം പോലല്ല. ഇന്ന് ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അനവധി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾ യുദ്ധം ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ യുദ്ധം ആഗ്രഹിക്കാത്ത സാധാരണക്കാരനായിട്ടുള്ള വിവരമുള്ള ആളുകൾ വിവരമില്ലാത്തവന്മാരെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവന്മാരെയൊക്കെ അധികാരത്തിൽ ഓരോ സ്ഥാനങ്ങളിലൊക്കെ കയറ്റി ഇരുത്തിക്കൊണ്ട് കുരങ്ങന്മാരുടെ കയ്യിൽ നമ്മൾ രാജ്യത്തെ ഏൽപ്പിക്കുന്ന പോലെയാണ് ഇവന്മാരൊക്കെ ഈ രാജ്യത്തിൻ്റെ ഉന്നതങ്ങളിൽ കയറിയിരുന്നുകൊണ്ട് കാണിക്കുന്ന വേലകളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാഴ്ചയാണ്. ഒന്നാം ലോക മഹായുദ്ധം ആയിക്കോട്ടെ, അത് രണ്ടാം ലോക മഹായുദ്ധം ആയിക്കോട്ടെ, ഇതുവരെ അമേരിക്കയുടെ മണ്ണിൽ യാതൊരു യുദ്ധം നടന്നിട്ടില്ല. അന്ന് ഈ ആണവായുധം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ഓപ്പൺഹൈമർ പറയുന്ന മഹാഭാരതത്തിലെ ഭഗവത്ഗീതയിൽ നിന്ന് 2 വാക്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ അവസാനത്തോട് അടുക്കുന്ന ഘട്ടത്തിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം ഇവിടെ ഉച്ചരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, നീ ഇനി ആയുധം ഉയർത്താൻ ശങ്കിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന സർവ്വരുടെയും മരണമായിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുകയാണ്. അതേ വാക്യം തന്നെ ഓപ്പൺഹൈമറും പറയുകയാണ്, ഞാൻ ഇവരുടെ എല്ലാവരുടെയും സർവ്വരുടെയും മരണമാണ് ഞാനെന്ന് ഓപ്പൺഹൈമർ അന്ന് ആണവായുധം കണ്ടുപിടിച്ച ശേഷം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് 1967 ഫെബ്രുവരി 18 അദ്ദേഹം മരിക്കുന്നത്. യുദ്ധം കൊണ്ടൊക്കെ നേടിയവരെവിടെ? പണ്ട് കാലത്ത് യുദ്ധം കൊണ്ടൊക്കെ നേടിയവരെവിടെ? ഒരുപാട് യുദ്ധങ്ങൾ നടന്ന ഭൂമിയല്ലേ ഇത്? ഒരുപാട് യുദ്ധങ്ങൾ നടന്ന മണ്ണല്ലേ ഇത്? ഇന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? ഇന്ന് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ഒരുപാട് പഠിച്ചില്ലേ ജനങ്ങൾ? ചരിത്രങ്ങളിൽ നിന്ന് പോലും പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം? മഹാഭാരതത്തിൽ തന്നെ പറയുന്നില്ലേ, ദുര്യോധനൻ പറയുകയാണല്ലോ, യുധിഷ്ഠിരനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, യുധിഷ്ഠിരൻ നിനക്ക് വേണ്ടിയിട്ട് അനാഥകളായിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ വിധവകളായിട്ടുള്ളവരുടെയും ആയിട്ടുള്ള ഒരു രാജ്യം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പരാജയം പൂർണ്ണമായ പരാജയം തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇനി അടുത്തൊരു യുദ്ധം വന്നു കഴിയുമ്പോൾ നിങ്ങളൊക്കെ വാളും എടുത്തുകൊണ്ട് വാൾപ്പയറ്റൊക്കെ നടത്തിയിട്ട് ബാഹുബലിയെ പോലെ ഓരോ കിടിലങ്ങളാകും അല്ലെ സൂപ്പർ ഹീറോ ആകുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അതുകൊണ്ടാണോ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നത്? ഒരിക്കലുമല്ല. ആണവായുധത്തിൻ്റെയൊക്കെ പ്രകടശേഷി നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഉറ്റവരുടെയവരുമെല്ലാം നമുക്ക് ഈ ലോകത്ത് നിന്ന് നഷ്ടമാകുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ യുദ്ധം എത്രത്തോളം ഭയാനകരമായിരുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ഇപ്പം നമുക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ ഭൂമിയിലുള്ള ആളുകൾ വിദ്യാസമ്പന്നരായത് കാരണമായിട്ട് തന്നെ അവരെ ഒരുപാട് ആളുകളും യുദ്ധത്തെയൊക്കെ എപ്പോഴും എതിർക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും വിദ്യാഭ്യാസത്തിന് യാതൊരു സാഹചര്യം ഉണ്ടാകാത്തവരാണ് പലപ്പോഴും അധികാരങ്ങളിലിരിക്കുന്നത്. അതുകൊണ്ട് അവന്മാർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവന്മാർ സുരക്ഷിതമാണ്, അവരെപ്പോഴും സുരക്ഷിതമാണ്. അതുകൊണ്ട് അവർക്കൊന്നും അറിയേണ്ട കാര്യം. ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് മറ്റുള്ളവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തലമുറകൾക്ക് സന്തോഷമായി തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ തീർച്ചയായിട്ടും സാധ്യമാകുന്നതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാൻ വേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും നമുക്കും ഇരു വിഭാഗത്തിനും നാശം തന്നെയാണെന്നുള്ള കാര്യം ഓരോ വ്യക്തികളും ഈ ലോകത്തുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതാണ്.